തൃശൂർ ചൊവ്വന്നൂരിൽ SDPI പിന്തുണ സ്വീകരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ നടപടിയെടുത്ത് കോൺഗ്രസ്. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സെബേറ്റ വർഗീസിനെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സെബേറ്റ ജയിച്ചത്. SDPI പിന്തുണ സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് നിതീഷ് എമ്മിനെ കോൺഗ്രസ് നേരത്തെ പുറത്താക്കിയിരുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം സ്വീകരിച്ച നിലപാട് SDPI പിന്തുണ വേണ്ട, ഒരാളുടെയും പിന്തുണ ആവശ്യമില്ല എന്നാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അരുണ്യ, തൃശ്ശൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് നടപടിയുടെ കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ലാലി ജെയിംസിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സെബേറ്റ വർഗീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയിലായി കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് 12ഓളം ആളുകൾക്കാണ്. നേരത്തെ മറ്റത്തൂർ പഞ്ചായത്തിലെ LDF അംഗത്വം സ്വീകരിക്കാൻ ഒരുങ്ങിയ OR ഔസേപ്പും വിമതയായി മത്സരിച്ച് BJP പിന്തുണയോടുകൂടി കോൺഗ്രസ് വിജയിച്ച ടെസി വർഗീസയും അടക്കമുള്ള ആളുകൾ 8 പേർ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച 8 പഞ്ചായത്ത് അംഗങ്ങൾ അടക്കമുള്ള ആളുകളെ ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിതീഷിനെ കൂടി പുറത്താക്കിയത്. നിതീഷ് SDPI പിന്തുണയോടുകൂടി ചൊവ്വന്നൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. പാർട്ടി നേതൃത്വം ഈ പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നിതീഷ് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. നിതീഷിനൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെബേറ്റയെയും കൂടി പുറത്താക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ചൊവ്വന്നൂരിൽ ഇവർ 2 പേരും വിജയിച്ചത്. 2 പേരോടും രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിലടക്കം കോട്ടാങ്ങലിലടക്കം SDPI പിന്തുണ സ്വീകരിച്ച ആളുകൾ രാജിവെക്കാൻ തയ്യാറായപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയപ്പോഴും അതിന് തയ്യാറാവാതിരുന്നതിനെ തുടർന്നാണ് 2 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്, സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്നത്. അരുൺ, ശരി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.